വാരിക്കാരനിലേക്ക് പോവുകയാണ്. നോബൽ വാരിക്കാരൻ ഇനി വൈദ്യ പഠനത്തിനായി വിട്ടു നൽകുകയാണ് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം. എയിംസിലേക്ക് അനാട്ടമി വിഭാഗത്തിലേക്ക് എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തുക? സുജയ, ഇനിയിപ്പോൾ ഏറെക്കുറെ അരമണിക്കൂറിനകം തന്നെ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എയിംസിലെ അനാട്ടമി വിഭാഗത്തിലേക്ക് എത്തും. മൃതദേഹവുമായി ആംബുലൻസ് ഇതിനോടകം തന്നെ എയിംസിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. വിലാപയാത്ര ഈ 14 അശോക റോഡിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും അവസാന വട്ടത്തിൽ സീതാറാം യെച്ചൂരിക്ക് മുദ്രാവാക്യം വിളിച്ച് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നേതാക്കൾ. എന്താണെങ്കിലും വലിയ ഉച്ചത്തിൽ തന്നെ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. സീതാറാം യെച്ചൂരി മലയാളികളാണ് ഇപ്പോൾ ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. സുജയ, അത്തരത്തിൽ സീതാറാം യെച്ചൂരിയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ച ഓരോ ആശയങ്ങളും അത് ഒരിക്കലും മരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരത്തിൽ രാജ്യത്ത് പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും നിർണായകമായ ഇടപെടലുകൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കിടയിൽ നടത്തിയ അത്തരത്തിൽ മഹത്തായ ഒരു നേതാവാണ്, അത്തരത്തിലുള്ള നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അവസാന ദിവസത്തെ പൊതുദർശനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നേതാക്കൾ ഇവിടെ എത്തിക്കൊണ്ട് സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടി നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ശരത് പവാർ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ എത്തിയിരുന്നു, DMKയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരുന്നു. ഇന്നലെയാണെങ്കിൽ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ വസതിയിൽ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അത്തരത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളുമായി അത്രയധികം വ്യക്തിബന്ധം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയ 2 ദിവസങ്ങളാണ് കടന്നുപോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഈ 14 അശോക റോഡിൽ എത്തി പ്രവർത്തകർ സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹം അർഹിക്കുന്ന അതേ തരത്തിൽ അതേ ഒരു യാത്രയയപ്പ് നൽകിയിരിക്കുന്നു. ആ യാത്രയയപ്പിൽ കഴിഞ്ഞ ശേഷം സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇപ്പോൾ നേരെ എയിംസിലേക്ക് പോവുകയും ചെയ്തു. അരമണിക്കൂർ മാത്രമാണ് മുൻ MP എന്നതിനപ്പുറം CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്നതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കൾ, അത് ഓരോ പാർട്ടികളുടെയും അനുഭാവികൾ, അണികൾ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വിട പറയുന്നത്. സീതാറാം യെച്ചൂരിക്ക് വിട നൽകുകയാണ് ദില്ലിയും രാജ്യവും. റെഡ് സല്യൂട്ട് ഡിയർ സീതാറാം യെച്ചൂരി.